Hello everyone, welcome back to Asylum Learning. It's me Jamshad. Today in this video, we are going to learn the geography lesson completely written by Zulfikar Ghus. Zulfikar Ghus എഴുതിയിട്ടുള്ള ഈ ഒരു poem, ഈ ഒരു കവിത geography lesson. Actually, it's not a geography class. നമുക്ക് actually English ആണ്. So, ഏതായാലും geography lesson എന്നുള്ള പേരേ ഉള്ളൂ. ഇത് actually geography related ആയ കുറേ ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും it's actually an English poem, English literature. Let's see what kind of things are waiting for us in this video, in this chapter. നോക്കാം. നേരെ നമ്മൾ ആ ഒരു പോം കംപ്ലീറ്റ് പറയുന്നു, അതിനുശേഷം അതിന്റെ സമ്മറി പറയുന്നു, എന്നിട്ട് അതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. റെഡി അല്ലേ ഗൈസ്? യെസ് നോക്കാൻ പോവാണ്. അപ്പൊ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് ഇനിയും നമ്മുടെ ഈ ഒരു ചാനൽ വരാൻ പോകുന്നുണ്ട്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ, കാരണം ഇതുപോലത്തെ ധാരാളം മറ്റു സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് വീഡിയോസ് ഇതിൽ വരുന്നതായിരിക്കും. സോ നോട്ടിഫൈ മീ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിനോട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ജോഗ്രഫി ലെസൺ. വാട്ട് ഇസ് ജോഗ്രഫി ലെസൺ? യെസ്, നമ്മുടെ സുൽഫിക്കാർ ഘൂസിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നോക്കാം. When the jet sprang into the sky, നമ്മുടെ ജെറ്റ് വിമാനം അല്ലേ, നമ്മുടെ ജെറ്റ് ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്നപ്പോൾ സഡൻലി ഡെവലപ്പ് ഓർ അപ്പിയർ, സ്പ്രാങ് ഇൻ ടു ദ സ്കൈ, സ്കൈയിലേക്ക് എന്തായി ഉയർന്നു, ഡെവലപ്പ് ആയി, അല്ലെങ്കിൽ സ്കൈയിൽ അപ്പിയർ ആയപ്പോൾ, അവിടെ കാണാൻ കഴിഞ്ഞപ്പോൾ, ഇറ്റ് വാസ് ക്ലിയർ വൈ ദ സിറ്റി ഹാഡ് ഡെവലപ്പ് ദ വേ ഇറ്റ് ഹാഡ്. എന്തുകൊണ്ടാണ് ആകാശത്തിലേക്ക് ഇങ്ങോട്ട് ഉയർന്ന സമയത്ത്, ആകാശത്തിലേക്ക് ഇങ്ങോട്ട് ഹൈറ്റിലേക്ക് ഉയർന്ന സമയത്താണ് മനസ്സിലായത്, വൗ ദ സിറ്റി ഈസ് ഡെവലപ്ഡ്. ഓക്കെ, സിറ്റി എന്താണ് ഡെവലപ്പിംഗ് എന്നൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ സിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ഈ സിറ്റി ഇത്രയും ഡെവലപ്ഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുൽഫിക്കാർ ഘൂസ് ഉണ്ട്, നമ്മുടെ നെറേറ്റർ ഉണ്ടല്ലോ, ഓദർ ഉണ്ടല്ലോ, ഈ ഫ്ലൈറ്റ് കയറി ഇങ്ങനെ ഉയർന്ന സമയത്ത് അയാൾ താഴോട്ട് നോക്കുന്ന സമയത്ത് വൗ സിറ്റി ഈസ് ഡെവലപ്ഡ്. ഓക്കെ, സിറ്റി ഡെവലപ്ഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ കാണുന്ന രൂപത്തിൽ ഇത്രയും സിറ്റി ഡെവലപ്ഡ് ആയത് എന്തുകൊണ്ടാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം കുറെ ബിൽഡിങ്സ് കാണുന്നുണ്ട്, കുറെ ഫാക്ടറികൾ കാണുന്നുണ്ടായിരിക്കും. യെസ്, സീയിങ് ഇറ്റ് സ്കെയിൽഡ് 6 inches to the mile. ഒരു ഇഞ്ചിൽ 1 മൈലാക് ദൂരം. ഓക്കെ, നമ്മൾ മാപ്പൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, 1 ഇഞ്ച്, ഈ മാപ്പിൽ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച്, ഇതിപ്പോൾ 1 ഇഞ്ച് ആണെങ്കിൽ ഇറ്റ്സ് ഈസ് ഈക്വൽ ടു 1 മൈൽ. ഓക്കെ, 1 മൈൽ. ഓക്കെ, ആ ഒരു കണക്കാണ് ആക്ച്വലി അവിടെ പറഞ്ഞിട്ടുള്ളത്. യെസ് നോക്കാം. ഓക്കെ, 1 മൈൽ. ഓക്കെ, 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ചുറ്റളവ്, ആക്ച്വലി ഈ ഒരു ഏരിയ 1 മൈലായിട്ടായിരിക്കും. മൈനായിപ്പോയി, മൈൽ. ഓക്കെ, മൈൽ 1 മൈലായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഓക്കെ, അങ്ങനെ 1 ഇഞ്ച് മീൻസ് 1 മൈൽ എന്നാണ് ആ ഒരു കണക്ക് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത്രയും ഹൈറ്റിലെത്തിയ സമയത്ത് 1 ഇഞ്ച് കാണുന്നത് 1 മൈലായിരിക്കും. ആ ഒരു കണക്ക് ആക്ച്വലി ദാറ്റ്സ് റിലേറ്റഡ് ടു ജോഗ്രഫി. ഓക്കെ, കാണുന്ന ആ ഒരു ഹൈറ്റിലെത്തിയ സമയത്ത് മീൻസ് ആ ഒരു ഹൈറ്റിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇത് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആകാശത്തിലേക്ക് ഉയർന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. There seemed an inevitability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് cannot be avoided. ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, നിർബന്ധമായിട്ടും പറയേണ്ട, കാണേണ്ട, എല്ലാവരും കാണുന്ന ഒരു വലിയൊരു സംഭവം അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താണ്? about what on ground had looked haphazard. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് വിത്തൗട്ട് പ്ലാൻ, ഒരു ഓർഡർ ആയിട്ട്, അതായത് ഒരു ഓർഡർ, ഒരു പ്ലാനോ ഒന്നും ഇല്ലാതെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതെന്ത് ബിൽഡിങ്, ഏതോ പഴയ ബിൽഡിങ്, വലിയ ഓർഡർ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനത്തെ കുറേ ബിൽഡിംഗ് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ തോന്നിയുള്ള കാര്യങ്ങളൊക്കെ, അൺപ്ലാൻഡ് ആയി ചെയ്ത കാര്യങ്ങളൊക്കെ, ആൻഡ് വിത്തൗട്ട് സ്റ്റൈൽ നോക്കുന്ന സമയത്ത്, ഇത്രയും മുകളിലെത്തുന്ന സമയത്ത് അത്രയും അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹാഫസാഡ് ആണ്, ഒരു പ്ലാനിങ് ഒന്നുമില്ല, കംപ്ലീറ്റ് അല്ല. അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഹൈറ്റിലെത്തുന്ന സമയത്ത്, ഈ ഫ്ലൈറ്റ് കയറിയിട്ട്, ജെറ്റ് വിമാനത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഉയരത്തിലെത്തിയ സമയത്ത്, എൻ്റെ മോനെ ഓരോന്നും സ്ട്രക്ചേർഡായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വെൻ ദ ജെറ്റ് സ്പ്രാങ് ടു ദ സ്കൈ, ജെറ്റ് ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്ന സമയത്ത്, ആക്ച്വലി ഇത് സെയിം ലൈനാണ് ഫസ്റ്റത്തെ. അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സിറ്റി ഇത്രയും ഡെവലപ്ഡ് ആയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാത്രമല്ല, ഏകദേശം എത്ര, 6 inches to the mile. ഓക്കെ, ഒരു 6 സ്കെയിൽ 6 inches എന്ന് പറഞ്ഞാൽ 1 മൈലിലേക്ക് ഒരുങ്ങുന്ന സമയത്ത്, മീൻസ് ആ ഒരു കണക്കിന് ഉയർന്ന സമയത്താണ് അദ്ദേഹത്തിന് ആ ഒരു സംഭവം മനസ്സിലായത്. ഓക്കെ, പക്ഷേ ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഹാഫസാഡ് ആണ്, കംപ്ലീറ്റ് അൺപ്ലാൻഡ് ആണ്. നോക്കാം ഈ ഒരു ഓക്കെ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഈ ഒരു പോർഷൻ ഈ ഒരു സ്റ്റാൻസ് മനസ്സിലായെന്ന് കരുതും. നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് പോവാം. ഇനിയും കറക്റ്റും കൂടെ കണക്റ്റ് ആവാത്ത ആൾക്കാർക്ക് സമ്മറി പറയുന്ന സമയത്ത് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ബാക്കി when the jet reached the 10,000 feet, ജെറ്റ് ഉയർന്ന് 10,000 ഫീറ്റിലെത്തി. എത്ര? 10,000 feet, 10,000 അടി ഉയരത്തിലെത്തി, നല്ല ഹൈറ്റിലെത്തി. ഇറ്റ് വാസ് ക്ലിയർ why the country had cities where the rivers ran. റിവേഴ്സ് ഉള്ളത്
ഉള്ള സ്ഥലത്തൊക്കെ എന്തുകൊണ്ടാണ് രാജ്യത്തിൽ ധാരാളം സിറ്റികൾ ഉള്ളത് എന്ന് മനസ്സിലായി. എടോ, എവിടെയൊക്കെ സിറ്റി മീൻസ് ആക്ച്വലി റിവറുകളുണ്ടോ അവിടെയൊക്കെ സിറ്റികളുണ്ട് അല്ലേ? നമ്മുടെ കാലിക്കറ്റിൻ്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ സിറ്റിൻ്റെ അടുത്തും ആക്ച്വലി റിവർ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കടലുണ്ട്. വാട്ടർ റിസോഴ്സസ് ഉള്ളിടത്തൊക്കെ സിറ്റി ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ സിറ്റി ഉള്ളിടത്തൊക്കെ റിവറുകളുണ്ട്. റാൻ ആൻഡ് വൈ ദ വാലീസ് വർ പോപ്പുലർ. എന്തുകൊണ്ടാണ് ഈ വാലി താഴ്വരയിലൊക്കെ ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്? താഴ്വരയും അതുപോലെ തന്നെ റിവേഴ്സിനെയും നമ്മൾ മനുഷ്യന്മാർ അട്രാക്ട് ചെയ്തു അല്ലേ? ആ താഴ്വരയിൽ പിന്നെന്താണ് താമസിക്കാൻ അടിപൊളിയാണ്. ഓക്കെ, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസ് ഉള്ള സ്ഥലത്ത് മനുഷ്യന്മാർക്ക് എന്താണ് വാട്ടർ റിസോഴ്സ് ആണ്. ആക്ച്വലി നമുക്ക് കൃഷിക്കും അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെള്ളം ലഭിക്കുന്നതാണ്. സോ മനുഷ്യന്മാർ അവിടെ തിങ്ങിപ്പാർക്കും, അവിടെ സിറ്റീസ് ഉണ്ടാവും, ഡെവലപ്ഡ് ആവും, സെറ്റപ്പ് ആവും. ഓക്കെ, ദ ലോജിക് ഓഫ് ജോഗ്രഫി. അതാണ് ലോജിക് ഓഫ് ജോഗ്രഫി, ജോഗ്രഫിയുടെ ലോജിക്. ദാറ്റ് ലാൻഡ് ആൻഡ് വാട്ടർ അട്രാക്റ്റഡ് മാൻ. ലാൻഡും അതുപോലെ തന്നെ വാട്ടർ, ആക്ച്വലി വെള്ളവും ഭൂമിയും, ആക്ച്വലി വാലി പോലത്തെ ഭൂമിയും മനുഷ്യനെ അട്രാക്ട് ചെയ്തു. We will choose the valleys and the water resources for living. Okay, നമ്മുടെ പുരാതന കാലഘട്ടത്തിലുള്ള ആൾക്കാർ അതാണ് ചെയ്തത്. Was clearly delineated shown. അത് കാണപ്പെട്ടു. എടാ, ഇങ്ങേർക്ക് ഈ സംഭവം മനസ്സിലായത്. സുൽഫിക്കാർ ഖൂസ് ഈ ആകാശത്തിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് മൂപ്പര് ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയതായിരിക്കും. എന്തോ ആവട്ടെ, മൂപ്പര് ഫ്ലൈറ്റ് കയറിയപ്പോൾ മനസ്സിലായി പുഴയുള്ളിടത്തൊക്കെ ബിൽഡിംഗ് ഉണ്ട്, ആക്ച്വലി സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ വാലീസിലൊക്കെ പോപ്പുലേഷൻ ഉണ്ട്, പോപ്പുലേറ്റഡ് ആണ്, ആൾക്കാർ കൂടി തിങ്ങി പാർക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോഴാണ്. when the jet reached the 1000 feet. ഓക്കെ, അത് റിപ്പീറ്റഡ് ആണ് അല്ലേ? ആ സെയിം ഫസ്റ്റത്തെ ലൈൻ റിപ്പീറ്റ് ആയി വന്നതാണ്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഈ സ്റ്റാൻസയും മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലാത്തവർക്ക് നമ്മളെ സമ്മറി സെറ്റാക്കും. ഒരു സ്റ്റാൻസ് കൂടി ഉണ്ട്, നോക്കാം. ഇവിടെയാണ് മെയിൻ കോറ് കിടക്കുന്നത് കേട്ടോ. when the jet rose 6 miles high. 6 മൈൽ ഉയരെ ആ ഒരു ഫ്ലൈറ്റ് എത്തിയ സമയത്ത്, ഫ്ലൈറ്റ് എൻ്റെ മോനെ 6 മൈൽ എന്ന് പറയുമ്പോൾ അത്ര ഹൈറ്റില്ല, 10,000 ഫീറ്റിനേക്കാളും മുകളിൽ, ഓക്കെ, അതുക്കും മേലെ എത്തിയ സമയത്ത് ഇറ്റ് വാസ് ക്ലിയർ ദ എർത്ത് വാസ് റൗണ്ട്. ആ ഹൈറ്റിൽ എത്തിയ സമയത്താണ് അദ്ദേഹത്തിന് റോക്കറ്റിലാണ് പോയത്. എന്തായാലും ഭൂമി ഉരുണ്ടിട്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഭൂമി എങ്ങനെയാണ്? ഉരുണ്ടിട്ടാണ്. ഫ്ലൈറ്റ് കയറിയത് മനസ്സിലാവോ? ചിലപ്പോൾ പകല് പോയാലും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഞാൻ പോയ സമയത്തൊന്നും വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗൈസ്, അതാണ്. ഓക്കെ, ഏതായാലും അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമി ഉരുണ്ടിട്ടാണ്. നമ്മളൊക്കെ ഇത് അതിന്റെ മുമ്പേ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഗ്ലോബും സാധനങ്ങളൊക്കെ കണ്ടിട്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഉറപ്പിക്കൽ വന്നിട്ടുള്ളത് എപ്പോഴാണ്? ഹൈറ്റിലെത്തിയ സമയത്ത് ഭൂമി ഉരുണ്ടിട്ടാണ്. ആൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് മോർ സീ ദാൻ ലാൻഡ്. അത് മാത്രമല്ല, ഭൂമിയിൽ കൂടുതലും കടലാണ്, കുറച്ച് മാത്രമേ കരയുള്ളൂ. ലാൻഡിനേക്കാൾ കൂടുതൽ സീ ആണ്, കടലാണെന്ന് പറഞ്ഞു. അതും നമുക്കറിയാമായിരുന്നു, പക്ഷെ ഇത് അദ്ദേഹം നേരിട്ട് കണ്ടു. യെസ്, ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അവിടെയാണ് മോനെ മെയിൻ ട്വിസ്റ്റ്. നമ്മുടെ മെയിൻ ഈ പോം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ പോം നമുക്ക് പഠിക്കാനുണ്ടാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അടുത്ത 5 വരികളാണ്. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്തെന്നറിയോ? ദാറ്റ് ദ മെൻ ഓൺ ദ എർത്ത് ഫൗണ്ട് കോസസ് ടു ഹേറ്റ് ഈച്ച് അതർ. പക്ഷേ ഈ ഭൂമിയിലുള്ള മനുഷ്യർ പരസ്പരം വെറുക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു. അത് ഇവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷൻ ആണ്. ഭൂമിയിലുള്ള മനുഷ്യർ പരസ്പരം വെറുക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ, അടികൂടാൻ എന്ത് വെക്കുന്നു? കാരണങ്ങൾ കണ്ടെത്തുന്നു. They are finding reasons to hate each other. അല്ലേ? ഫലസ്തീനും ഇസ്രായേലും അടിയുണ്ടെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനും അടിയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും അടിയുണ്ടെങ്കിൽ, റഷ്യയും ഉക്രൈനും അടിയുണ്ടെങ്കിൽ, they are finding a reason to hate each other. പരസ്പരം. അതുപോലെ തന്നെ ബ്ലാക്ക് പീപ്പിളും വൈറ്റ് പീപ്പിളും അടിയുണ്ടെങ്കിൽ, അല്ലേ? എന്തൊക്കെ ക്രൈറ്റീരിയസാ ടു ബിൽഡ്. എന്തിനാ അടി ഉണ്ടാക്കുന്നത്? പരസ്പരം അവർ കാരണങ്ങൾ കണ്ടെത്തുന്നു. ടു ബിൽഡ് വാൾസ് അക്രോസ് സിറ്റീസ് ആൻഡ് ടു കിൽ. എന്താ ചെയ്യുന്നത്? ടു ബിൽഡ് വാൾസ് അക്രോസ് സിറ്റീസ്. ഓരോ സിറ്റികൾക്കിടയിൽ മതിലുകൾ പണിയുന്നു. സിറ്റി ഉദ്ദേശിച്ചത് ഇവിടെ കൺട്രീസ് ആകാം, സ്റ്റേറ്റ് ആകാം, ഡിസ്ട്രിക്ട് ആകാം. അവർ തമ്മിൽ പറ്റില്ലേ? ഈവൻ നമ്മുടെ ഇന്ത്യയിൽ പോലും പരസ്പരം നമ്മുടെ സ്റ്റേറ്റുകൾ തമ്മിൽ അടി ഉണ്ടാവാറുണ്ടായേക്കാം. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അടി ഉണ്ടായേക്കാം. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ആ യൂണിയൻ ഒന്നും അത്ര യൂണിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് പല രാജ്യങ്ങൾ തമ്മിലും വാളുകൾ നിർമ്മിക്കുന്നു, അവരുടെ മനസ്സുകൾക്കിടയിൽ വാളുകൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ സിറ്റികൾക്കിടയിൽ വാളുകൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ അക്രോസ് സിറ്റീസ് ആൻഡ് ടു കിൽ, പരസ്പരം കൊല്ലുകയും ചെയ്യുന്നു. ഫ്രം ദാറ്റ് ഹൈറ്റ്, അദ്ദേഹത്തിന് ഈ വിമാനത്തിൽ കയറി ഇത്ര ഹൈറ്റ് എത്തിയപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ക്ലിയർ വൈ. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്മാർ പരസ്പരം വാളുകൾ സൃഷ്ടിക്കുന്നത്? എന്തുകൊണ്ടാണ് പരസ്പരം ഹെയ്റ്റ് ചെയ്യുന്നത്, പരസ്പരം കൊല്ലുന്നത്?
ഇതിൻ്റെ ഉത്തരം ഇപ്പോഴും ചോദ്യമായിട്ട് കിടക്കുകയാണ്. അത് മനസ്സിലാവുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ വൈ, എന്തുകൊണ്ടാണ് അത്രയും ഹൈറ്റിലെത്തിയിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. സുൽഫിക്കാർ ഖൂസിന്റെ ഒരു അടിപൊളി കവിതയായിരുന്നു. അതിന്റെ ലാസ്റ്റിലേക്കാണ് അതിന്റെ മെയിൻ പോയിന്റ്, അതിന്റെ കോറ് വന്നിട്ടുള്ളത്. സോ ഇതാണ് കവിത. ഇതിന്റെ ആക്ച്വലി ഈ പോം കംപ്ലീറ്റ് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിന്റെ സമ്മറിയും ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും വരാനിരിക്കുന്നുണ്ട്. സോ ഈ വീഡിയോയും ഈ എക്സ്പ്ലനേഷനും കാര്യങ്ങളും മനസ്സിലായി, അത് ഓക്കെയാണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. യെസ്, സിമ്പിൾ ലൈക്ക്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ നേരെ അതിന്റെ സമ്മറിയിലേക്ക് കിടക്കുകയാണ്. സമ്മറി ഓഫ് ദ പോം. ദ പോം ജോഗ്രഫി ലെസൺ ഡിസ്ക്രൈബ് ദ പോയറ്റ്സ് ഒപ്പീനിയൻ ഓഫ് ദ ലാൻഡ് ബിലോ. താഴെയുള്ള ഭൂമിയെ പറ്റിയിട്ട് നമ്മുടെ സുൽഫിക്കാർ ഖൂസിന്റെ ഒപ്പീനിയൻ ആണ് ഇതിൽ പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ സ്കൈ, താഴെയുള്ള ഭൂമിയുടെ വ്യൂ, മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഡ്രോണൊക്കെ പോയ മാതിരി എങ്ങനെ ഉണ്ടാവും, ഡ്രോണിൽ വ്യൂ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ അദ്ദേഹം ഫ്ലൈറ്റ് പോയപ്പോൾ കണ്ട വ്യൂ പറയാണ്. അദ്ദേഹം ഒരു റിവ്യൂ പറയും പോലെയൊക്കെ ഉണ്ടാവും. ഓക്കെ, whatever. He finds the earth the least attractive from above and continues going higher up. കുറച്ച് ഹൈറ്റിലെത്തിയ സമയത്ത് അത്ര വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ ഹയറിൽ പോകുന്ന സമയത്ത് ഭംഗി കൂടി വരുന്നു. As the poet moves higher, he realized that the country is full of cities and valleys. കൂടുതൽ ഹൈറ്റ് എത്തിയ സമയത്ത് കൂടുതൽ വാലീസ് ഉണ്ട്, സിറ്റീസ് ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. This made him realize that the people are completely dependent on the land and the water for their existence. മനുഷ്യന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ലാൻഡും ഈ വാലീസ് പോലെയുള്ള ലാൻഡും കടൽ പോലെ റിവർ പോലെയുള്ള കനാല് പോലെയുള്ള ഈ ഒരു വാട്ടർ റിസോഴ്സസും അവരെന്താക്കണം, അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം, പക്ഷെ ഒരു സ്ഥലത്ത് ദ പോയിന്റ് ഓൾസോ റിയലൈസ് ദാറ്റ് there is more water on earth and land. കുറച്ചുകൂടി മുകളെത്തിയ സമയത്ത് ഭൂമിയിൽ കൂടുതലും വെള്ളമാണ്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ്, കരയേക്കാൾ വെള്ളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. He also understands that there are many boundaries on earth. ഭൂമിയിൽ പല ബൗണ്ടറികളുമുണ്ട്. that lead to hatred among people. ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന പലതരത്തിലുള്ള ബൗണ്ടറികളുമുണ്ട്. യെസ്, poor people versus rich people. ബൗണ്ടറിയാണ് ഗൈസ്, ബൗണ്ടറിയാണ്. black people versus white people. ബൗണ്ടറി. ഓക്കെ, റിലീജിയന്റെ ഇടയിലുള്ള ബൗണ്ടറികൾ, റിലീജിയൻ തമ്മിൽ ബൗണ്ടറികൾ, ബൗണ്ടറീസ് എവിടെ നോക്കിയാലും ബൗണ്ടറീസ്, ഇങ്ങനത്തെ ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താക്കാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം, ഇതുപോലെയുള്ള ധാരാളം കോൺസെപ്റ്റുകൾ വളരെ ഡീപ്പായിട്ട് സെറ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ CBSEക്ക് നമ്മുടെ ക്ലാസ് 8 വേണ്ടി യോദ്ധ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു പ്രൈസിനാണ് ആക്ച്വലി 2499 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ആക്ച്വലി ഒരു വർഷത്തേക്ക് ഇത്രയും സ്പെസിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ്, റെക്കോർഡർ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റ് കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ലൈവ് ആൻസർ കീ ഡിസ്കഷൻ ആയിരിക്കും. ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കഷൻ ആക്ച്വലി ലൈവിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ലൈഡും നോട്ട്സ് ഒക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു പ്രൈസ് ആക്ച്വലി 1 ഇയറിലേക്കാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആക്കാം. ആസ് സൂൺ ആസ് പോസിബിൾ ജോയിൻ ചെയ്യുക, പവറാക്കാം. നെക്സ്റ്റ് വൺ, ഈ ഒരു കോൺടാക്ട് നമ്പർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ജസ്റ്റ് കോൾ ചെയ്താൽ മതി, പവർ ആയിരിക്കും. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ, അതിൻ്റെ ആക്ടിവിറ്റി ആണ് വർക്കിംഗ് വിത്ത് എ പോം. ഫൈൻഡ് 3 or 4 phrases in stanza 1 and 2 which are likely to occur in the geography lesson. എക്സാക്റ്റ് ഒരു ജോഗ്രഫി ക്ലാസ്സിൽ എടുക്കുന്ന ആ ഒരു ലെസൺ പോലെ ഫീൽ ചെയ്ത ഏതെങ്കിലും ഫ്രേസസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? യെസ്, അതിൻ്റെ ആൻസർ പറയാൻ പോവാണ്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ആൻസർ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുക, സെറ്റാക്കുക. യെസ്, നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റ് ആൻസറുകളും എഴുതാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ട് ഇതാണോന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, യെസ്. ഫസ്റ്റ് വൺ, scaled 6 inches to the mile. ഈ ഒരു ടേം ആക്ച്വലി റിലേറ്റഡ് ടു geography. അതെവിടെയാ വന്നത്? had developed the way it had, seeing it scaled 6 inches to the mile there seemed an inevitability എന്ന് പറയുന്ന സമയത്ത് scaled 6 inches to the mile എന്ന് പറയുന്ന സമയത്ത് that's geography lesson, actually geography related. Second one, അടുത്തത് ഏതാ? valleys were populated എന്ന് പറയുന്നുണ്ട്. അതെവിടെയാ പറഞ്ഞത്? യെസ്, valleys were populated എന്ന് പറയുന്നുണ്ട്. and why the valleys populated, the logic of geography എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം that's related to geography lesson, geography subject. ഓക്കെ. ഇനി ലാസ്റ്റ് ഫൈനൽ ഒന്നുകൂടി ഉണ്ട്. കണ്ടോ this one.
ലാൻഡ് ആൻഡ് വാട്ടർ അട്രാക്റ്റഡ് മാൻ. ലാൻഡും അതുപോലെ തന്നെ വാട്ടറും വെള്ളവും മനുഷ്യനെ അട്രാക്ട് ചെയ്തു. ഇത് എവിടെയാണ് വന്നത്? ഇവിടെ വന്നിട്ടുണ്ട്. ലാൻഡ് ആൻഡ് വാട്ടർ അട്രാക്റ്റഡ് മാൻ. അത് എവിടെയാ? ദാറ്റ് ലാൻഡ് ആൻഡ് വാട്ടർ അട്രാക്റ്റഡ് മാൻ വാസ് ക്ലിയർലി ഡിലീനിയേറ്റഡ് when the jet reached the 1000 feet. അവിടെയാണ് അത് ആക്ച്വലി പറയുന്നത്. ഇത് മൂന്നും ആക്ച്വലി നിങ്ങൾക്ക് ഒരു ആൻസർ ഇതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. യെസ്, സീൻ ഫ്രം ദ വിൻഡോ ഓഫ് എൻ എയർപ്ലെയിൻ. എയർപ്ലെയിൻ്റെ വിൻഡോ കൂടി കാണാൻ പറ്റും. എന്തത്? സിറ്റി അപ്പിയേഴ്സ്. സിറ്റി എന്താണ് കാണാൻ പറ്റുന്നത്? എടാ, ഒരു വിമാനത്തിൻ്റെ വിൻഡോൻ്റെ ഉള്ളിൽ, നമ്മളെ പോയം റിലേറ്റഡ് ആണ്. വിമാനത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വിൻഡോ കൂടെ നോക്കിയാൽ പല സംഭവം കണ്ടേക്കാം. പക്ഷേ ഇവിടെ ചോദിച്ചത് നമ്മുടെ ആ ഒരു കവിത, നമ്മുടെ പോം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് കാണാൻ പറ്റുന്നത്? ആസ് ഹാഫസാഡ് ആസ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്രത്തോളം അലമ്പായിരുന്നോ അതുപോലെ തന്നെ ഉയരത്തിലും അലമ്പാണെന്ന് പറയുന്നത്. അൺപ്ലാൻഡ് ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആസ് നീറ്റ് ആസ് മാപ്പിലുള്ളതുപോലെ നീറ്റാണ്. ആസ് ഡെവലപ്ഡ് ആസ് നെസസറി, അത്യാവശ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതുപോലെ തന്നെ ഡെവലപ്ഡ് ആണെന്നാണ് പറയുന്നത്. മാർക്ക് ദ റൈറ്റ് ആൻസർ. നിങ്ങളുടെ ആൻസർ മൈൻഡിൽ ഒന്ന് ജസ്റ്റ് ഗസ് ചെയ്തേ. 1 ആണോ 2 ആണോ 3 ആണോ? ഞാൻ ആൻസർ കാണിക്കാൻ പോവാണ്. സെറ്റാണല്ലോ? വേണമെങ്കിൽ പോസ് ചെയ്ത് സെറ്റായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. യെസ്, ആൻസർ കാണിക്കാൻ പോവാണ്. 1 അല്ല, 2 അല്ല. Yes, that's the right answer. 3 is the right answer. As developed as necessary. This one is the right answer. കാരണം ഒരിക്കലും ഇതല്ല as haphazard as on ground. ഗ്രൗണ്ടിലുള്ളതുപോലെ അലമ്പായിട്ടാണ്, അൺപ്ലാൻഡ് ആണോ? അല്ല, അവിടെ എത്തിയത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാപ്പിലുള്ളത് നമ്മൾ എന്താണ്, നമ്മളെ ഒരു കവിതയിൽ പറഞ്ഞു കേട്ട് കൂടിയില്ല. ഓക്കെ, ആസ് ഡെവലപ്ഡ് നെസസറി, അത്യാവശ്യമായിട്ട് ഡെവലപ്ഡ് ആണ് എന്നാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ എക്സാമ്പിൾ ഓഫ് ദ ലോജിക് ഓഫ് ജിയോഗ്രഫി. ലോജിക് ഓഫ് ജിയോഗ്രഫി വെച്ചിട്ട് ഇതിൽ ഏതൊക്കെയാണ്? ശരി ആൻസറിന് ടിക്കിടുക, അല്ലാത്തതിന് തെറ്റിടുക. ഓക്കെ, നിങ്ങൾക്ക് ട്രൂ ആൻഡ് ഫോൾസ് കളി പരിപാടീസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ദ സിറ്റീസ് വെദർ റിവേഴ്സിലൊക്കെ സിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ലോജിക് ഓഫ് ജിയോഗ്രഫി ഇട്ടോ, അത് വെച്ചിട്ടാണ്. സോ നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ കണ്ടെത്തുക. ഓക്കെ, ശരിയാണെങ്കിൽ ശരി, അത് ഒന്ന് ശരി അല്ലെങ്കിൽ ഒന്ന് തെറ്റ്, അങ്ങനെ ഒരു സാധനം മനസ്സിലാക്കുക. സിറ്റീസ് അപ്പിയേഴ്സ് ആസ് ദേ ആർ നോട്ട് ഫ്രം 6 miles above the ground. ഓക്കെ, സിറ്റികളൊക്കെ അപ്പിയർ എന്ന് എന്താണ്? 6 miles നിന്നും എബവ് അല്ലാത്തപ്പോഴാണെന്ന് പറയുന്നത്. ആവുമ്പോൾ നല്ലതിനെ പറഞ്ഞ് അല്ലാത്തപ്പോൾ. ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് വൈ വാലീസ് ആർ പോപ്പുലേറ്റഡ്. ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് വാലീസ് ഒക്കെ ഇത്രയും പോപ്പുലേറ്റഡ് ആയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വൈ ഹ്യൂമൻസ് ഹേറ്റ് ആൻഡ് കിൽ വൺ ഈച്ച് അതർ. മനുഷ്യൻ എന്തിനാണ് പരസ്പരം കൊല്ലുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദ എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ഇറ്റ് ഹാസ് മോർ സീ ദാൻ ലാൻഡ്. കടലിനേക്കാൾ കരയാണ് കൂടുതൽ പറയുന്നത്. നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ പറയാൻ പോകണം. നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ ഉണ്ടായിരിക്കും. യെസ്, ദിസ് റൈറ്റ് ആൻസർ. ഒന്നാമത്തെ റൈറ്റ് ആൻസർ ആണ്. കാരണം സിറ്റീസിലോടത്തൊക്കെ റിവേഴ്സിൽ അത് ഒരു കറക്റ്റ് ലോജിക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്തത് ലോജിക്ക് ഇല്ലല്ലോ. 6 മൈലിൻ്റെ താഴെയാകുന്ന സമയത്ത് പിന്നെ സിറ്റീസ് ഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന സിറ്റീസ് കാണുന്നുണ്ട് പറയും. നോ, ദാറ്റ്സ് റോങ്. അടുത്തതും എന്താണ്? അടുത്തത് കറക്റ്റാണ്. വാലീസ് എന്തുകൊണ്ട് പോപ്പുലേറ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയും മനുഷ്യന് ലാൻഡിനോട് അട്രാക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇത് ആക്ച്വലി നമ്മുടെ ഇത് റിലേറ്റഡ് അല്ല, ജിയോഗ്രഫി റിലേറ്റഡ് അല്ല, ലിറ്ററേച്ചർ റിലേറ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ടിക്ക് കൊടുക്കാൻ പറ്റുന്നു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനലും കറക്റ്റ് ആൻസർ ആണ്. എർത്ത് ഈസ് റൗണ്ട് ആണ്, അതുപോലെ തന്നെ കടൽ അതൊരു ഫാക്റ്റ് അല്ലേ, നമുക്ക് ആൻസർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mention two things that are clear from height. ഹൈറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള 2 സാധനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മുകളിൽ നിന്ന് നോക്കുന്നത് ക്ലിയർ ആവുന്നത്? എർത്ത് ഈസ് റൗണ്ട് ആൻഡ് ഇറ്റ് ഹാസ് മോർ സീ ആൻഡ് ലാൻഡ്. ഓക്കെ, ഒന്ന് ഇത് കൊടുക്കാം അല്ലേ, എർത്ത് ഈസ് റൗണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തത് വേണമെങ്കിൽ കൊടുക്കാം സീ ആൻഡ് ലാൻഡ്. ഓക്കെ, ഇറ്റ് ഹാസ് മോർ സീ ആൻഡ് ലാൻഡ്. ലാൻഡിനേക്കാൾ കൂടുതൽ എന്താണ്? സീ ആണെന്ന് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നോട്ട് ക്ലിയർ ഫ്രം ഹൈറ്റ്. ഹൈറ്റിൽ നിന്ന് മനസ്സിലാവാത്ത കാര്യം എന്താണ്? യെസ്, എന്താണ്? വൈ മെൻ ഹേറ്റ് ഈച്ച് അതർ. ഒന്നാമത്തത് വൈ മെൻ ഹേറ്റ് ഈച്ച് അതർ. മനുഷ്യന്മാർ എന്തിനാണ് പരസ്പരം വെറുക്കുന്നത്? രണ്ടാമത്തതോ ബിൽഡ് വാൾസ് അക്രോസ് ദ സിറ്റി. സിറ്റീസിന് ഇടയിൽ എന്താക്കുന്നുണ്ട്? മതിലുകൾ എന്തിനു പണിയുന്നു എന്നുള്ളതും മനസ്സിലാവുന്നില്ല. സോ ഇതാണ് നമുക്ക് ആക്ച്വലി ഇത്രയും പോർഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അത് മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ധാരാളം ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇതുപോലെ ഏത് വീഡിയോ ആണ് നെക്സ്റ്റ് അയക്കേണ്ടത് എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, ഏത് വീഡിയോ ആണ് ആക്ച്വലി ഏത് ചാപ്റ്റർ ആണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറയേണ്ടത് എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. കമൻറ്റ് ബിലോ. ഓക്കെ, സെറ്റാകാം. ഓക്കെ, ബൈ. ലെറ്റ്സ് സീ another video with another session. Until then, it's a bye. My name is Jamshad. You can call me JD. Bye.